രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. പടക്കളത്തില് രാമപക്ഷമെല്ലാം നിലത്ത് വീണ് കിടക്കുന്നു. അതിൽ പെടാതെ ഒരാളുണ്ടായിരുന്നു. കൈകസിയുടെ പുത്രനായിരിക്കുന്ന വിഭീഷണൻ. അദ്ദേഹം ഭാഗവതോത്തമനാണ്. അദ്ദേഹത്തിന് അറിയാം ഇന്ദ്രജിത്ത് ഏതെങ്കിലും ചതിവ് പ്രയോഗിക്കും എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാനവന്മാരെയും വാനരന്മാരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് താൻ മുൻകരുതലെടുക്കണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പടക്കളത്തിൽ നിൽക്കാതെ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ നിന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇന്ദ്രജിത്ത് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പതുക്കെ അവിടെ നിന്ന് പടക്കളത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. ഈ കൂട്ടത്തിൽ വീണുപോയ വാനരന്മാരുടെ കൂട്ടത്തിൽ ആഞ്ജനേയൻ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബ്രഹ്മാവിന്റെ അനുഗ്രഹമുണ്ട്. ബ്രഹ്മാസ്ത്രം അദ്ദേഹത്തെ യാതൊന്നും ചെയ്യില്ല എന്ന്. അമ്പേറ്റ് അദ്ദേഹം വീണു, ഒന്ന് മോഹാലസ്യപ്പെട്ടു. അടുത്ത നിമിഷം അതിൽ നിന്ന് ഉണർന്നു. അദ്ദേഹം എണീറ്റ് നോക്കുമ്പോഴേക്കും എമ്പാടും ഇതാ ഇരുട്ട് വീണ് തുടങ്ങി, രാത്രിയായി തുടങ്ങി. ദൂരെയുള്ളതൊന്നും കാണാൻ നിവർത്തിയില്ല. വളരെ അടുത്തുനിന്ന് നോക്കണം എന്തും കാണണമെങ്കിൽ. വാനരങ്ങൾ ആരും തന്നെ നിൽക്കുന്നവരില്ല, എല്ലാവരും വീണ് കിടക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പോലെ ഈ മായാപ്രയോഗം ഏൽക്കാതെ ജീവനോടുകൂടിയിട്ട് ആരെങ്കിലും അവശേഷിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കണമല്ലോ. അവരെയും കൂട്ടിയിട്ട് വേണമല്ലോ ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ആഞ്ജനേയൻ കയ്യിൽ ഒരു ചൂട്ടും പിടിച്ച് അതും മിന്നിച്ചിട്ട് ആ കിടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ജീവനോടുകൂടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിശോധിച്ച് നടക്കുന്ന അവസരത്തിൽ അവിടെ കുറച്ച് ദൂരെയായിട്ട് ഒരാൾ നടന്നു വരുന്നതായി കണ്ടു. അടുത്തെത്തിയപ്പോഴേക്കും ആളിനെ മനസ്സിലായി. രാവണന്റെ അനുജനായിരിക്കുന്ന പരമഭക്തനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ആശ്രിതനായിരിക്കുന്ന വിഭീഷണനാണത്. രാഘവഭക്തൻ വിഭീഷണനെ കണ്ട് തമ്മിൽ അന്യോന്യമറിഞ്ഞ് രണ്ടുപേരും തിരിച്ചറിഞ്ഞു. ദൂരെ വെച്ചിട്ട് തിരിച്ചറിയാൻ നിവർത്തിയില്ല. അടുത്തെത്തിയപ്പോഴും തിരിച്ചറിഞ്ഞു. കാരണം നല്ല ഇരുട്ട് വീണു കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരും ദുഃഖിതരായിട്ട് രണ്ടുപേരും കൂടി വീണ്ടും ഇനി ആരെങ്കിലും ഇതേപോലെ ജീവനോടുകൂടിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞ് പോവാണ്. കയ്യിൽ ഒരു ചൂട്ട് പിടിച്ചിട്ടുണ്ട്. അത് മിന്നിച്ച് ഇങ്ങനെ നോക്കി പോവാണ്. ഓരോരുത്തരെയും പരിശോധിച്ച് പോവാണ്. വീണ് കിടക്കുന്നവരിൽ ജീവനുണ്ടോ എന്നറിയാൻ കൃത്യമായ പരിശോധന നടത്തുന്നു. അങ്ങനെ പോകുമ്പോഴേക്കും ആ കൂട്ടത്തിൽ ഒരാൾ മെല്ലെ എണീറ്റിരിക്കുന്നതായിട്ട് ഇവർ കണ്ടു. അരണ്ട പ്രകാശത്തിൽ അങ്ങോട്ട് അടുത്തോട്ട് ചെന്നപ്പോഴേക്കും വേറെ ആരുമല്ല, അത് ജാംബവാനാണ്. അദ്ദേഹത്തിനും ബ്രഹ്മാസ്ത്രം കുഴപ്പമുണ്ടാക്കൂല. ഒരു മോഹാലസ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം അതിൽ നിന്നിട്ട് ഉണർന്നു. എന്താ, ബ്രഹ്മാവിന്റെ തന്നെ അനുഗ്രഹത്താൽ അദ്ദേഹം അതിൽ നിന്നിട്ട് ഉണർന്നു. പക്ഷെ കണ്ണു തുറന്ന് നോക്കാൻ നിവർത്തിയില്ല. ശരീരം ആകെ മുറിവേറ്റിട്ടുണ്ട് യുദ്ധത്തിന്റെ ഫലമായിട്ട്. കണ്ണു തുറന്ന് നേരെ നോക്കാൻ നിവർത്തിയില്ല. അങ്ങനെ വിഷമിച്ച് മെല്ലെ എണീറ്റ് ഇരിക്കുന്ന ഘട്ടത്തിലാണ് വിഭീഷണനും ആഞ്ജനേയനും കൂടി ജാംബവാനെ കാണുന്നത്. ഉടനെ തന്നെ വിഭീഷണൻ ചോദിച്ചു, നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? അങ്ങ് ജീവനോടുകൂടി ഇരിക്കുകയാണോ അല്ലയോ വാനരവീര എന്ന് ചോദിക്കാണ്. നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ? നീ ജീവനോടുകൂടിയിരിക്കുന്നു,
അത് വളരെ നന്നായി. ഇനി എനിക്ക് അറിയേണ്ട കാര്യം നിനക്ക് എന്നെ മനസ്സിലായോ? വിഭീഷണൻ ജാംബവാനോട് ചോദിക്കാണ്. അപ്പോഴേക്കും ജാംബവാൻ പറഞ്ഞു, കണ്ണു മിഴിച്ചുകൂടാ, രുധിരം കൊണ്ട് രക്തം കണ്ണിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നു, ഈ മുറിവുകളിൽ നിന്ന് ഒഴുകുന്നതായ രക്തം. അതുകൊണ്ട് കണ്ണ് തുറക്കാൻ നിവൃത്തിയില്ല, കാണാൻ നിവൃത്തിയില്ല. എങ്കിലും നിന്റെ ശബ്ദം കേട്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നു നീ ശ്രീരാമചന്ദ്രന്റെ ഭക്തനായിരിക്കുന്ന രാക്ഷസാധിപതിയല്ലേ, ലങ്കേശ്വരനല്ലേ, വിഭീഷണനല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇത് കേട്ടപ്പോഴേക്കും വിഭീഷണൻ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, സത്യം വിഭീഷണനായത് ഞാനടോ. വിഭീഷണൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ അവസരത്തിൽ ജാംബവാനും അത് കേട്ട് സന്തോഷിച്ചു. ജാംബവാൻ ഉടനെ തന്നെ വിഭീഷണനോട് പറഞ്ഞു, അല്ലയോ വിഭീഷണ, ഈ പടക്കളം മുഴുവൻ സഞ്ചരിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഒക്കെ ജീവനോടുകൂടിയുണ്ടോ എന്നത് അറിയണം. അറിയേണ്ടത് മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ച ഒരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയണമിനിയടോ. മേഘനാഥന്റെ അമ്പേറ്റ് വാനരവീരന്മാരെല്ലാം വീണ് മരിച്ചു കിടക്കാണ്. ഈ കൂട്ടത്തില് ജീവൻ നഷ്ടപ്പെടാതെ നമ്മുടെ മാരുതി ഉണ്ടോ എന്ന് നീ നോക്ക. ആ മാരുതിയെ ഉണ്ടെങ്കിൽ നീ കണ്ടുപിടിക്കണം. അത് എത്രയും വേഗം വേണം. അപ്പോഴേക്കും വിഭീഷണന് അല്പം ഒരു അത്ഭുതമായി. വിഭീഷണൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജാംബവാനെ പോലുള്ള ഒരാള് ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഏതാ? ശ്രീരാമചന്ദ്രൻ ജീവനോടുകൂടി ഇരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ലക്ഷ്മണൻ ജീവനോടുകൂടിയിരിക്കുന്നു എന്നാണ്, സുഗ്രീവൻ ജീവനോടുകൂടിയിരിക്കുന്നു എന്നാണ് പിന്നെ ചോദിക്കേണ്ടത്. അങ്ങനെയൊന്നും ചോദിച്ചില്ല, അവരെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഈ ശാഖാമൃഗങ്ങളുടെ കൂട്ടത്തിൽ, വാനരങ്ങളുടെ കൂട്ടത്തിൽ മാരുതി ജീവനോടുകൂടിയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ? വിഭീഷണൻ ഉടനെ തന്നെ ജാംബവാനോട് ചോദിച്ചു. അപ്പോഴേക്കും ജാംബവാൻ പറഞ്ഞു, എങ്കിലോ കേൾക്കാൻ എങ്കിൽ നീ കേട്ടുകൊള്ളൂ. നിന്റെ സംശയം ഇതാണെന്നെങ്കിൽ ആ സംശയത്തിന് ഞാൻ മറുപടി കേൾപ്പിച്ചു തരാം. എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല, മറ്റാർക്കും അറിഞ്ഞാലും. ആഞ്ജനേയൻ ജീവനോടുകൂടിയുണ്ടെങ്കിൽ ഈ ലോകത്തില് വേറെ ആർക്കും ഒരു സങ്കടം ഉണ്ടാവില്ല. ഈ ബുദ്ധിമുട്ടിനെ നമുക്ക് ആഞ്ജനേയനെ കൊണ്ട് പരിഹരിപ്പിക്കാൻ പറ്റും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ല, ഒക്കെ മരിച്ചതിനൊക്കുമേ. ആഞ്ജനേയൻ മരിച്ചു എങ്കിൽ പിന്നെ എല്ലാവരും മരിച്ചതിന് തുല്യം തന്നെ, ആരും അവശേഷിച്ചിരിപ്പില്ല എന്ന് ഉറപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ മാരുതിയുണ്ടോ എന്ന് തിരക്കിയത്. മാരുതി ഉണ്ടെങ്കിൽ രാമന് ഏത് വിപത്തുണ്ടെങ്കിലും അതിൽ നിന്നിട്ട് മാരുതി വിമുക്തനാക്കും, ലക്ഷ്മണനെ വിമുക്തനാക്കും, സുഗ്രീവനെ വിമുക്തനാക്കും, മുഴുവൻ വാനരങ്ങളെയും വിമുക്തരാക്കും. കാരണം പറഞ്ഞു ജാംബവാൻ. ഇതാണ് അറിവിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന മഹാജ്ഞാനിയാണ് ജാംബവാൻ. അദ്ദേഹത്തിന്റെ അറിവ് ഏതെല്ലാം ഘട്ടത്തിൽ ശ്രീരാമന്റെ ആ മഹത്തായിരിക്കുന്ന പ്രയത്നങ്ങളെ വിജയിപ്പിക്കുവാൻ ശക്തിയായിട്ട് പരിണമിക്കുന്നു എന്ന് നാം ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു. സമുദ്രം ചാടിക്കടക്കാൻ നിവൃത്തിയില്ലാതെ വാനരങ്ങൾ ചിന്തിച്ചിരുന്നപ്പോൾ ചാടിക്കടക്കാൻ ശേഷിയുള്ള ആൾ ആരെന്നറിയുന്ന ജാംബവാൻ ആ ആളിനെ, ആഞ്ജനേയനെ ഉണർത്തി ആഞ്ജനേയന്റെ കരുത്തിനെ ഉദ്ദീപിപ്പിച്ചു. അങ്ങനെ സമുദ്രലംഘനത്തിന് ആഞ്ജനേയനെ പ്രാപ്തനാക്കി. ഇതൊക്കെ നാം കണ്ടതാണ്. അതേപോലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തം, ആ മുഹൂർത്തത്തിലും ഈ മഹാജ്ഞാനിയായ വയോവൃദ്ധന്റെ, യുദ്ധവീരന്റെ ബുദ്ധിശക്തിയാണ്, ജ്ഞാനശക്തിയാണ് രക്ഷയ്ക്ക് ഓടിയെത്തുന്നത്. ഇങ്ങനെ ജാംബവാൻ, മാരുതി ഉണ്ടെങ്കിൽ നാം എല്ലാം ജയിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ വാനരങ്ങളൊക്കെ മരിച്ചു, എല്ലാവരുടെയും കഥ കഴിഞ്ഞു എന്നിങ്ങനെ ജാംബവാൻ പറഞ്ഞപ്പോൾ അവിടെ വിഭീഷണന്റെ അടുത്ത് നിൽക്കുകയായിരുന്ന ആഞ്ജനേയൻ ഇരുട്ടായതുകൊണ്ടും കണ്ണു തുറക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും ജാംബവാൻ കാണുന്നില്ല.
വിഭീഷണന്റെ സംഭാഷണം ശബ്ദം മാത്രമേ അദ്ദേഹം കേൾക്കുന്നുള്ളൂ. ആഞ്ജനേയൻ ഉടനെ തന്നെ ആ കാരണവരുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ബഹുമാനത്തോട് പറഞ്ഞു, ഞാനിതല്ലോ മരിച്ചീല എന്നവൻ കാൽക്കൽ ആമോദം ഉൾക്കൊണ്ട് വീണു വണങ്ങിനാൻ. ജാമ്പവാനെ വന്ദിക്കുകയാണ്. ഞാൻ മരിച്ചില്ല, ഞാനിതാ ജീവനോടുകൂടിയുണ്ട് എന്ന് പറഞ്ഞ് ജാമ്പവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഉടനെ തന്നെ ജാമ്പവാൻ വളരെയേറെ സന്തോഷിച്ചു. എന്നിട്ട് മാരുതിയെ തൻ്റെ മാറോടണച്ച് ഗാഠമായി ആശ്ലേഷവും ചെയ്ത് ഗാഠമായി പുണർന്നതിന് ശേഷം മാരുതിയുടെ ശിരസിൽ മുകർന്നുകൊണ്ട് ജാമ്പവാൻ മാരുതിയോട്, ആഞ്ജനേയനോട് പറഞ്ഞു, മേഘനാഥാസ്ത്രങ്ങളേറ്റവും മരിച്ച ഒരു ശഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവർ ആരുമില്ല, നീ എന്നീയേ. ഈ ഇന്ദ്രജിത്തിന്റെ ബാണങ്ങളേറ്റിട്ട് വാനരവീരന്മാരെല്ലാം ഇതാ മരിച്ചു കിടക്കുന്നു, രാഘവന്മാരും മരിച്ചു കിടക്കുന്നു. അവരെയെല്ലാം ജീവിപ്പിക്കുവാൻ ഒരൊറ്റ ആളിനെ കരുത്തുള്ളൂ, അത് നീ മാത്രമാണ്. അതല്ലാതെ വേറെ ആർക്കും അതിനുള്ളതായ ശേഷിയില്ല. നീ നിന്റെ ആ കരുത്തുകൊണ്ട് ഞാൻ പറയുന്നതായി ഈ കാര്യം ഉടനെ നിർവഹിക്കണം. പോക വേണം നീ ഹിമവാനെയും കടന്ന് ആകുലമറ്റ് കൈലാസശൈലത്തോളം. വളരെ വേഗത്തിൽ നിമിഷമാത്രം കൊണ്ട് തന്നെ നീ ഉയർന്ന് ഹിമവാനെയും കടന്ന് അങ്ങ് കൈലാസശൈലം വരെ ചെല്ലണം. കൈലാസ സന്നിധിയിങ്കൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യൌഷധങ്ങൾ അറിയ നീ. അവിടെ ഋഷഭാദ്രിയുണ്ട് കൈലാസത്തിന്റെ സമീപത്ത്. ആ ഋഷഭാദ്രിയിൽ ദിവ്യങ്ങളായിട്ടുള്ള ഔഷധങ്ങളുണ്ട്. ആ ദിവ്യങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ നീ കൊണ്ടുവരണം. 4 ദിവ്യൌഷധങ്ങൾ, അവറ്റിന് 4 നാമങ്ങളും കേട്ടുകൊള്ളുക. അത് 4 ആ 4 പേരുകളും നീ കേട്ടുകൊള്ളു. മുമ്പിൽ വിശല്യകരണി എന്നൊന്നടോ. വിശല്യകരണിയാണ് ആദ്യത്തേത്. ശല്യം എന്ന് പറഞ്ഞാൽ ആയുധം ഏൽപ്പിക്കുന്നതായിട്ടുള്ള മുറിവിനെ, ആ ദോഷത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഔഷധമാണ് വിശല്യകരണി. മുമ്പിൽ വിശല്യകരണി എന്നൊന്നടോ, പിൻപ് സന്ധാനകരണി. ആ മുറിവിനെ കൂട്ടിയോജിപ്പിച്ച് എന്തെല്ലാം ദോഷങ്ങളാണോ ശരീരത്തിൽ ഉളവാക്കിയത് അതിനെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് അതിനെല്ലാം ഇല്ലാതാക്കി വളരെ വേഗത്തിൽ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന മരുന്നാണ് സന്ധാനകരണി. 3ാമതും നല്ല സുവർണകരണി. 4ാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവിനി സഖേ. ഈ 4 മരുന്നുകൾ അവിടെ ഉണ്ട്. ആ 4 മരുന്നുകൾ നീ കൊണ്ടുവരണം. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ 2നും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആ കൈലാസ പർവ്വതത്തിന്റെ സമീപത്തുള്ളതായ ഋഷഭാദ്രിയിൽ, ആ ഋഷഭാദ്രിക്ക് 2 ശിഖരങ്ങളുണ്ട്. അതിൻ്റെ നടുവിലാണ് ഈ മരുന്നുകൾ നിൽപ്പുള്ളത്. ആ മരുന്നുകൾ നേരത്തെ ആഞ്ജനേയൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ ആഞ്ജനേയന് പരിചയമുള്ള മരുന്നുകളല്ല. അതുകൊണ്ട് ആ മരുന്നുകൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കണമല്ലോ, എങ്കിലല്ലേ അത് എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനുള്ള ലക്ഷണവും പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആദിത്യനോളം പ്രഭയുണ്ട് 4നും വേദസ്വരൂപങ്ങളെന്നും അറിയുക നീ. സൂര്യനെ പോലെ പ്രകാശിക്കും ആ മരുന്നുകൾ. അവ വേദസ്വരൂപമാണ്. ഋക്ക്, യജുസ്, സാമം, അഥർവം അതിൻ്റെ രൂപത്തോടു കൂടിയതാണ്. അതുകൊണ്ട് നിനക്ക് ആ മരുന്നുകളെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് എത്രയും വേഗം നീ അവിടെ ചെന്ന് ആ മരുന്നുകളെ കൊണ്ടുവരിക. അത് യഥാർത്ഥത്തിൽ വേദം തന്നെയാണ് ആ മരുന്ന്. മൃതസഞ്ജീവിനി, മരണത്തെ അതിലംഘിക്കുവാൻ നമുക്ക് കരുത്ത് പകരുന്നതായ ദിവ്യൌഷധം. അതുകൊണ്ടാണ് ഈ വാനരന്മാരെയും രാഘവന്മാരെയും എല്ലാം ജീവിപ്പിക്കേണ്ടത്. അത് ബ്രഹ്മജ്ഞാനമാണ്, പ്രത്യക്ഷമായ ബ്രഹ്മജ്ഞാനം. അത് കൈലാസപർവ്വതത്തിൽ ഋഷഭാദ്രി വരെ നമ്മുടെ ബോധമണ്ഡലത്തെ നാം ഉയർത്തിക്കൊണ്ടുപോകണം. സാധനാപദ്ധതിയിലൂടെ നാം നേടിയെടുക്കേണ്ടതാണ് അതെല്ലാം. അത് നേടിയെടുക്കുവാനുള്ളതായ തപോബലം മാരുതിക്കുണ്ട്, ആഞ്ജനേയനുണ്ട്. അതുകൊണ്ടാണ് അവനുണ്ടെങ്കിൽ മരണം ഉണ്ടാവില്ല, മരണത്തെ അതിലംഘിക്കാം. തമേവ വിദിത്വ അതിമൃത്യുമേതി
ശ്വേതശ്വതരോപനിഷത്ത്. അതിനെ അറിഞ്ഞാലാണ് മരണത്തെ അതിലംഘിക്കാനാവുക. അന്യപന്ഥാ വിദ്യതേ അയനായ, അതല്ലാതെ മരണത്തെ അതിലംഘിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ഏതിനെ അറിഞ്ഞാലാണ് മരണത്തെ അതിലംഘിക്കാനാവുക? വേദാഹമേതം പുരുഷം മഹന്തം ആദിത്യവർണം തമസപരസ്താത്. തമസിനും അപ്പുറത്ത്, അജ്ഞാനത്തിൻ്റെ ആ ഇരുട്ടിനും അപ്പുറത്ത് കുടികൊള്ളുന്ന ആദിത്യവർണനായിരിക്കുന്ന, അതാണ് ആദിത്യൻ്റെ വർണ്ണമാണ്, ആദിത്യൻ്റെ ശോഭയാണ് ഈ മരുന്നുകൾക്കുള്ളത് എന്ന് ജാമ്പവാൻ. ആദിത്യവർണനായിരിക്കുന്ന ആ മഹാത്മാവായിരിക്കുന്ന, ഈ ലോകത്തിൽ വെച്ച് വലുതിനേക്കാളും വലുതായിരിക്കുന്ന, എല്ലാ പ്രകാരത്തിലും വലുതായിരിക്കുന്ന, കരുത്തുകൊണ്ട്, ജ്ഞാനം കൊണ്ട്, ആനന്ദസ്വരൂപം കൊണ്ട് ഒക്കെ മഹത്തിനേക്കാളും മഹത്തായിരിക്കുന്ന ആ പുരുഷനെ, ആത്മാവിനെ, നിർഗുണ നിരാകാര ബ്രഹ്മത്തെ ഞാനിതാ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വേദാഹമേതം പുരുഷം മഹന്തം ആദിത്യവർണം തപസപരസ്താത് തമേവ വിദിത്വാതിമൃത്യുമേതി. അവനെ അറിഞ്ഞാലാണ് മരണത്തെ അതിലംഘിക്കാനാവുക. അങ്ങോട്ടാണ് ഗുരുനാഥൻ തൻ്റെ ശിഷ്യനായിരിക്കുന്ന, ഭക്തനായിരിക്കുന്ന ആഞ്ജനേയനെ നയിക്കുന്നത്. ആഞ്ജനേയന് ആ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ആഞ്ജനേയൻ തന്നെ പോകണം, ആഞ്ജനേയൻ തന്നെ അവിടെ എത്തണം. ഓരോ സാധകനും സ്വയം അവിടെ എത്തണം. വഴി ഗുരുനാഥൻ കാണിച്ചു തരും. അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ളതായ ശേഷി ഉണ്ടാകാൻ വേണ്ടി സാധനാ പദ്ധതികൾ ആദ്യം തൊട്ടേ പഠിപ്പിക്കും. ആ സാധനാ പദ്ധതികളിലൂടെ മുന്നേറി തമോ ഗുണത്തെ ദൂരീകരിച്ച്, രജോ ഗുണത്തെ ദൂരീകരിച്ച്, ഹൃദയത്തെ സാത്വിക ഗുണ പൂർണ്ണമാക്കി തീർക്കുമ്പോഴേക്കും അവിടെ ആ ഋഷഭാദ്രിയിലെത്തി. ആ ആദിത്യവർണനായിരിക്കുന്ന പരമപുരുഷനെ ഞാൻ തന്നെ എന്ന് അനുഭവിച്ചറിയാൻ കഴിയും. അതാണ് മരണത്തെ അതിലംഘിക്കാനുള്ള മാർഗം. തമേവ വിദിത്വ അതിമൃത്യുമേതി. ഇങ്ങനെ ഈ കഥ ഒരേ സമയം ത്രേതായുഗത്തിൽ നടന്ന ലൗകികമായ സംഭവം, അതേസമയം എന്നും എല്ലാ സാധകനിലും അങ്ങ് വളരെയേറെ സാധനാപദ്ധതിയിലൂടെ ഉയർന്നുയർന്ന് അധ്യാത്മ അനുഭൂതിയുടെ ദിവ്യമണ്ഡലങ്ങളിൽ എത്തിച്ചേർന്ന ആളിന് എന്നും എവിടെ വച്ചും അനുഭവിച്ചറിയാൻ കഴിയുന്ന പരമമായ യാഥാർത്ഥ്യം. അതാണ് ഈ ഗ്രന്ഥത്തെ ഇതിഹാസം എന്ന് പറഞ്ഞത്.